സന്തോഷമുള്ള അധികം മക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ കല്ലിരിക്കാം. ഒരു പ്രാവശ്യം കൂടെ ശക്തിയോടെ ഒരിക്കൽ കൂടെ ദൈവം നമ്മെ എല്ലാവരെയും ഇന്ന് രാത്രികാലം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വകയാറുള്ള ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ദൈവസഭയും മലശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എം ജ്യോതി ഗോസ്ബൽ ടീമും ചേർന്ന് ഒരുക്കിയ ഇന്ന് രാവിലെ മുതലുള്ള പരസ്യയോഗങ്ങളുടെയും ഈ വൈകിട്ടത്തെ കൂട്ടായ്മയുടെയും ക്രമീകരണങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഇത്രത്തോളം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അതോർത്ത് നമുക്ക് നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം പറയാം. പ്രത്യേകാൽ ഇന്ന് രാത്രിയിലെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ദൈവദാസൻ പ്രിയ ജോൺ സക്കറിയ പാസ്റ്റർ, എം ജ്യോതി ഗോസ്ബൽ മിനിസ്ട്രീസിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായ നിലയിൽ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ദൈവദാസൻ പ്രിയ മാത്യു മല്ലശ്ശേരി പാസ്റ്റർ, അതുപോലെ തന്നെ വേദിയിലായിരിക്കുന്ന സദസ്സിലായിരിക്കുന്ന മറ്റ് അനുഗ്രഹീതരായ കർത്താവിന്റെ ദാസന്മാർ, ചർച്ച് ഓഫ് ഗോഡിന്റെ പത്തനാപുരം സെന്ററിന്റെ വിവിധ പ്രാദേശിക സഭകളിൽ കർത്താവിന്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, അവരുടെ കുടുംബം, പ്രത്യേകാൽ പാസ്റ്റർ റജി കുമ്പഴ, പ്രിയ ദേവദാസനെ പറ്റി പല സന്ദർഭങ്ങളിലും മാത്യു പാസ്റ്റർ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഒരാത്മീയ കൂട്ടായ്മയിൽ ഒന്നിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം പറയുന്നു. പ്രിയ കർത്താവിന്റെ ദാസനും കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരായ ആദരണീയരായ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ഈ ശബ്ദവാഹിനിയുടെ ശബ്ദസീമയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ശബ്ദത്തിന് കാത് തുറന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിലെ സ്നേഹവും വന്ദനവും പ്രാരംഭമായിട്ട് ഞാൻ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇത്രയും മനോഹരമായ ഒരു സാഹചര്യമൊക്കെ ഒരുക്കി തന്നു. കഴിഞ്ഞ രാത്രിയിലൊക്കെ അതിശക്തമാകുന്ന മഴ നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെയൊക്കെ പല ഭാഗങ്ങളിൽ ശക്തമായി പെയ്തുകൊണ്ടിരുന്നു. കേരളം മുഴുവനുമായി പെയ്തുകൊണ്ടിരുന്നു. എങ്കിലും ഇന്ന് രാത്രിയിൽ ആത്മഭാരത്തോടെ ദേശത്ത് ക്രമീകരിച്ച യോഗം ഭംഗിയായിട്ട് നടക്കുന്നതിന് വേണ്ടി സാഹചര്യങ്ങളെ അനുകൂലമാക്കി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാല് എം ജ്യോതി മിനിസ്ട്രീസിന്റെ പ്രവർത്തനങ്ങൾക്ക് കർത്താവിന്റെ ദാസൻ മാത്യു മല്ലശ്ശേരി കൊടുക്കുന്ന നല്ല നേതൃത്വത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയ ദൈവദാസന് കൊടുത്തിരിക്കുന്ന നല്ല ദർശനങ്ങൾക്കായി സ്തോത്രം. മനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തി. കീബോർഡ് വായിക്കുവാൻ പ്രിയ ദൈവദാസന്റെ മകനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചല്ലോ. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. അവരിൽ ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കഴിവുകൾ ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ആവോളം ഉപയോഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവരെല്ലാവരെയും വീണ്ടും ഒരുക്കിയെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് രാത്രിയിൽ അല്പ മിനിറ്റുകളാണ് നമ്മുടെ മുൻപിൽ കർത്താവിന്റെ വചനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും വേണ്ടിയുള്ളത്. സമയം നമ്മുടെ മുമ്പിൽ അതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സാഹചര്യങ്ങളെയൊക്കെ ദൈവം നമുക്ക് അനുകൂലമാക്കി തന്നെങ്കിലും പ്രാർത്ഥനയോട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രികാലമായിരിക്കാം. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ, വെല്ലുവിളികൾ നിറഞ്ഞ, സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മുഖരിതമായൊരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ ഏതൊരു മേഖലകൾ നമ്മൾ എടുത്തു നോക്കിയാലും സമാധാനമില്ലാത്തവരും അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ വല്ലാതെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരേ ഒരു സന്ദേശമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവിനെ പറ്റിയുള്ള സന്ദേശമാണ്. മനുഷ്യന് സമാധാനവും ആശ്വാസവും സന്തോഷവും ഒക്കെ കൊടുക്കുന്നത് ആ കർത്താവിനെ പറ്റിയുള്ള പ്രഖ്യാപനങ്ങളാകയാൽ ഇന്ന് രാത്രിയിൽ ചുരുക്ക നിമിഷങ്ങൾ നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കുവാൻ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു തിരുവചന വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വേദഭാഗമാണ് അല്പനിമിഷം നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വേദഭാഗം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള വേദഭാഗമാണ് 24-ാമത്തെ വേദഭാഗം. മരണവാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായി യേശു കർത്താവിനെ പറ്റിയുള്ള
ഏറെ ശ്രദ്ധേയമാകുന്ന തിരുവഴുത്തിലെ ഒരു പ്രഖ്യാപനമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ വായിച്ചിരിക്കുന്നത്. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ അടക്കി വെക്കുന്നത് അസാധ്യമായിരുന്നു. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകമായിട്ട് നിലകൊള്ളുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, അതിന്റെ തുടക്ക ഭാഗങ്ങൾ, ആദ്യ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ഇടയ്ക്കുള്ള 40 ദിവസങ്ങൾ യേശുക്രിസ്തുവും തന്റെ ശിഷ്യന്മാരുമായിട്ട് നടന്ന സംവാദങ്ങളും സംസാരങ്ങളും, അപ്പോൾ തന്നെ ഒലിവുമലയിൽ നിന്നും സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ച സുപ്രധാനമാകുന്ന ചില ഭാഗങ്ങളൊക്കെ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം. നിങ്ങൾ യെരൂശലേമിൽ കാത്തിരുന്ന് ഈ വാഗ്ദത്തം പ്രാപിച്ച ശക്തി ലഭിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ യെരൂശലേമിൽ നിന്നും ശമരിയയിലേക്കും യഹൂദിയയിലേക്കും ഭൂമിയുടെ അറ്റത്തോളമുള്ള പുറപ്പാടിന് വേണ്ടി നിങ്ങൾ യാത്ര ആരംഭിക്കാവൂ. ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ അകത്തൊരു ചോദ്യം ഉയരാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇറങ്ങി വരാൻ സ്ഥലകാല പരിമിതികളുണ്ടോ? യെരൂശലേം വിട്ട് അങ്ങോട്ട് മാറി കഫർന്നഹൂമിൽ ഇരുന്നാൽ യേശുവിന്റെ പരിശുദ്ധാത്മാവ് വരത്തില്ലയോ? എരികോവിലോട്ട് മാറിയിരുന്നാൽ വരത്തില്ലയോ? മറ്റു പല സ്ഥലങ്ങളുമുണ്ട്. ഏതെങ്കിലും സ്ഥലങ്ങളിലോട്ട് മാറിയിരുന്നാൽ ഈ പരിശുദ്ധാത്മാവിന് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിലേക്ക് വരുന്നതിന് എന്തെങ്കിലും പരിമിതികളോ തടസ്സങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് സ്ഥലകാല പരിമിതികളില്ലാത്തതാണ്. ഏത് സാഹചര്യങ്ങൾ, ഏത് ചുറ്റുപാടുകൾ, ഏത് പ്രതിസന്ധികൾ, ഇതൊന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിഷയമല്ല. പക്ഷേ യെരൂശലേമിൽ തന്നെ കാത്തിരുന്ന് ഈ ശക്തി പ്രാപിക്കണം, അതിനുശേഷം പുറപ്പെടണം എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, യെരൂശലേമും കർത്താവിന്റെ ശിഷ്യന്മാരുമായുള്ള ബന്ധം നമ്മൾ സുവിശേഷങ്ങളിലൂടെ പഠിച്ചാൽ 3.5 വർഷത്തെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷകൻ പല വട്ടങ്ങളിൽ യേശുവും ശിഷ്യന്മാരും യെരൂശലേമിൽ ചെന്നിട്ടുണ്ട്, അതിന്റെ ചുറ്റുവട്ടങ്ങളിൽ ചെന്നിട്ടുണ്ട്. പല നിലയിലുള്ള പ്രവർത്തികൾ യേശു ചെയ്തിട്ടുണ്ട്, അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, രോഗസൗഖ്യം വരുത്തിയിട്ടുണ്ട്. യെരൂശലേമിലും ചുറ്റുവട്ടത്തിലും എന്നൊക്കെ കർത്താവ് ചെന്നിട്ടുണ്ട്, എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ വീര്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും യെരൂശലേം നിവാസികൾ യേശുവിനെ ഇരുകൈയിൽ നീട്ടി സ്വീകരിച്ചിട്ടില്ല. അവന്റെ വാക്കുകൾ കേട്ട്, അവൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് യേശുവിനെ ആ നാട്ടിൽ നിന്ന് ഓടിക്കാനും യേശുവിനെ അപകടത്തിൽപ്പെടുത്താനും കൊന്നുകളയുവാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് യെരൂശലേം നിവാസികൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ ശിഷ്യന്മാർ കണ്ടതാണ് തങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവിന് യെരൂശലേം ദേവാലയത്തിന്റെ നടുമുറ്റത്ത് നിന്ന് തലമുക്കി നോക്കിയാൽ ഏതൊരു ഭൂതനും കാണത്തക്ക നിലയിൽ ഗോൽഗോഥായിൽ കാൽവറിയുടെ പുലക്കളത്തിൽ യേശുവിനെ ഒരു പച്ച കുരിശിൽ തൂക്കിക്കൊന്നതും തന്റെ ശിഷ്യന്മാർ കണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ, കഴിഞ്ഞ 3 വർഷത്തെ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലെ അവരുടെ 3.5 വർഷത്തെ കാലഘട്ടം എടുത്തു പഠിച്ചാൽ യെരൂശലേമിനെ പറ്റി ഓർക്കുമ്പോൾ നല്ലതൊന്നും ഓർത്തു വെക്കാൻ അവരുടെ മനസ്സിലില്ല, സമാധാനം തരുന്നതൊന്നുമില്ല. യെരൂശലേമിനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സ് കടൽ ഇരമ്പുന്നത് പോലെ ഇരമ്പുകയാണ്. അവരെ തിരസ്കരിച്ച, ഒറ്റപ്പെടുത്തിയ, അവരെ തകർക്കാൻ ശ്രമിച്ച, അവരുടെ ഗുരുവിനെ കൊന്നുകളഞ്ഞ പ്രതിസന്ധികൾ മാത്രം അവർക്ക് സമ്മാനിച്ചൊരു പ്രതികൂലത്തിന്റെ ഇടമാണ് യെരൂശലേം എന്ന് പറയുന്നത്. കർത്താവ് അവരോട് പറഞ്ഞത്, എന്റെ പിൻപേ ഇറങ്ങിയത് കൊണ്ട് യെരൂശലേമിൽ നിന്ന് എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ, എന്റെ നാമം നിമിത്തം നിങ്ങൾ പ്രയാണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ യെരൂശലേം എന്തെല്ലാം ദുഃഖങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടോ, ഇവിടെ നിന്ന് നിങ്ങൾ പുറപ്പെടുന്നെങ്കിൽ തല കുടിച്ചുകൊണ്ട് യാത്ര തുടങ്ങരുത്. ഇവിടെ നിന്ന് നിങ്ങൾ പുറപ്പെടുന്നെങ്കിൽ നിരാശയോട് പുറപ്പെടരുത്. ഇവിടെ നിന്ന് നിങ്ങളുടെ യാത്ര ആരംഭിക്കുന്നതെങ്കിൽ അത് ശൂന്യതയിലാകരുത്, ഒന്നുമില്ലാതാകരുത്. ഇവിടെ നിന്ന് നിങ്ങൾ പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റം നിങ്ങൾക്ക് സംഭവിക്കണമെങ്കിൽ യെരൂശലേമിൽ നിങ്ങൾ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. കാത്തിരിക്കുന്ന നിങ്ങളുടെ മധ്യത്തിലേക്ക് അവന്റെ ശക്തി ഇറങ്ങി വന്നിട്ട് ആ ശക്തിയോട് നിങ്ങൾ പുറപ്പെട്ടാൽ, ഇന്ന് നിങ്ങൾ 120 പേരടങ്ങുന്ന ഒരു സംഘം മാത്രമേ യെരൂശലേമിലുള്ളെങ്കിൽ ഈ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ 120 എന്ന സംഘത്തിൽ നിന്ന് എണ്ണിയാൽ ഒടുങ്ങാത്തൊരു മഹാസമൂഹമായിട്ട് മാറ്റപ്പെടും. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന
മാറണമെങ്കിൽ, ആക്ഷേപം മാറണമെങ്കിൽ, നിൽക്കാൻ ചിലത് കൂട്ടത്തിൽ വരണമെങ്കിൽ കാത്തിരുന്ന് നിങ്ങൾ പ്രാപിക്കണം അവന്റെ അഭിഷേകം. അങ്ങനെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ ഒന്നിച്ചു കൂടിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മർക്കോസിന്റെ മാളിക മുറിയിൽ ഇങ്ങനെ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോഴാണ് പെന്തക്കോസ്ത് നാൾ വന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ആ മാളിക മുറിയിൽ നടന്ന ഏറ്റവും വലിയൊരു അത്ഭുതം നമുക്ക് എല്ലാവർക്കും അറിയാം. അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ വലിയൊരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാലകൾ പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. ഓരോരുത്തരുടെ വന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. വലിയ ആത്മപകർച്ച അവരിലുണ്ടായി. ഇവർ മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരിക്കുമ്പോൾ അങ്ങകലെ യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാളിന് വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജനസഹസ്രങ്ങൾ വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് യഹൂദന്മാർ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവർ പെരുന്നാളിൽ ആഘോഷത്തിന് വേണ്ടി ഉത്സവ തിമിർപ്പിൽ യെരൂശലേം ദേവാലയത്തിലും അതിന്റെ ചുറ്റുവട്ടത്തിലും തമ്പടിച്ചു നിൽക്കുകയാണ്. വർഷത്തിലൊരിക്കൽ കണ്ടതിന്റെ സന്തോഷത്തിൽ പരസ്പരം അവർ സന്തോഷം പങ്കിട്ട് ആഘോഷത്തിന് ആർത്തലച്ച് യെരൂശലേമിനെ ശബ്ദമുഖരിതമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൊച്ചു മുറിക്കകത്തിരിക്കുന്ന 120 പേരടങ്ങുന്ന സംഘത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നവർ ആത്മാവിൽ നിറഞ്ഞ് അവരങ്ങോട്ട് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ യെരൂശലേമിനെ പിടിച്ചൊതുക്കിയ ജനലക്ഷങ്ങളുടെ ശബ്ദത്തെ കവച്ചു വെച്ചുകൊണ്ട് അഭിഷേകത്തിന്റെ ആരാധനയുടെ ശബ്ദം ആ ദേശത്തെ പിടിച്ചടക്കുവാനായിട്ട് തുടങ്ങുന്നു. ഇന്ന് രാത്രിയിൽ ദൈവസഭയോട് ഞാൻ പറയാം, ആത്മാവിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ, ആത്മപകർച്ചകൾ ദൈവത്തിന് സ്തോത്രം പറയാൻ തയ്യാറായാൽ, ആത്മാവിന്റെ അഭിഷേകത്തെ കെട്ടുനിർത്താൻ ദേശത്ത് വ്യാപരിക്കുന്ന സകല അവശക്തകളിലും ആരാധനയുടെ ശക്തി വെളിപ്പെട്ടാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മഹത്വം ദേശത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് വിശ്വസിക്കുന്നവർക്കായി കർത്താവിന്റെ സ്തോത്രം പറയുന്നു. ഈ 120 പേരടങ്ങുന്ന സംഘത്തിന്റെ ആത്മാവിലെ ആരാധനയുടെ ശബ്ദം യെരൂശലേമിന്റെ ഉത്സവത്തിമിർപ്പിലെ ശബ്ദകോലാഹലത്തെ പിടിച്ചങ്ങോട്ട് ഒതുക്കിയപ്പോൾ യെരൂശലേമിൽ കൂടി വന്നവരൊക്കെ ഈ ശബ്ദത്തിന്റെ ഉറവിടത്തിലേക്ക് കൂടി വന്നു. 3000 എണ്ണം രക്ഷിക്കപ്പെട്ടെന്നാണ് പറയുന്നത്. ഓടി വന്നത് അത്രയും ആയിരിക്കത്തില്ല, അതിന്റെ ഇരട്ടി ആൾക്കാരാണ് ശബ്ദം കേട്ട് ഓടി വന്നത്. ഈ വന്ന കൂട്ടത്തിൽ നിന്നാണ് 3000 എണ്ണം കൊടുത്തത്, സ്നാനപ്പെട്ട ദൈവസഭയോട് ചേർന്നത്. അങ്ങനെ വലിയൊരു സംഘം ഇങ്ങോട്ട് കൂടി വന്നപ്പോൾ ഇവർ വന്ന് ഈ ആത്മപകർച്ചയെ പറ്റിയൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടത്തിൽ നേതാവായ പത്രോസ് ഈ ജനസഹസ്രത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്ന് തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന വലിയൊരു സമൂഹത്തോട് പത്രോസ് എന്ന മുക്കുവൻ പ്രസംഗിച്ചു തുടങ്ങുകയാണ്. ആ പ്രസംഗം പ്രസംഗിച്ച് ഇങ്ങോട്ട് വന്ന് പ്രസംഗം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലേക്കും അവിടെ നിന്ന് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലേക്കും വന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി തന്റെ മുൻപിൽ തടിച്ചുകൂടി നിൽക്കുന്ന ജനസഹസ്രത്തോട് പത്രോസ് പറഞ്ഞൊരു പ്രഖ്യാപനമാണ് 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന വലിയൊരു കൂട്ടത്തോട് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പത്രോസ് പറഞ്ഞൊരു പ്രഖ്യാപനം ഇങ്ങനെയാണ്. യേശു എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റതെന്നാണ് പത്രോസോട് പറയുന്നത്. യേശു എങ്ങനെ ഉയർത്തെഴുന്നേറ്റു എന്നാണ് പറയുന്നത്. പത്രോസ് ഇങ്ങനെ പറയുന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിന് അവനെ അടക്കി വെക്കുക അസാധ്യമായിരുന്നു. ഇനി പത്രോസ് ഈ പറയുന്നത് കേൾക്കുന്ന ആൾക്കാരുടെ ധർമ്മശാസ്ത്രം, മനോശാസ്ത്രം നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം ഇവരെല്ലാം വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് കണ്ടപ്പോൾ യഹൂദ പരീക്ഷകളുടെ ജീവിതത്തിൽ ആകമാനം പ്രതിസന്ധി ഉണ്ടായി. കാരണം അവർ വിചാരിച്ചത് യേശു ഉയർത്തെഴുന്നേൽക്കത്തില്ലെന്നാണ്. അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലായി അവരുടെ സകല പണിയും പാളിപ്പോയെന്ന്. അപ്പോൾ അവർ ചെയ്തൊരു കാര്യമുണ്ട്. യേശുവിന്റെ കല്ലറവാതിൽക്കൽ കാവൽ നിന്ന പട്ടാളക്കാർക്ക് കാശ് കൊടുത്തിട്ട് അവരെ കൊണ്ടൊരു കള്ളക്കഥ പ്രചരിപ്പിച്ചു. എന്താണ്
എന്താണ് കള്ളക്കഥ എന്നറിയാമോ? യേശു ഉയർത്തെഴുന്നേറ്റതല്ല, അവന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ ഭൗതിക ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്ന് ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചു. മത്തായി തന്റെ സുവിശേഷം എഴുതുമ്പോൾ ഈ സംഭവത്തെ പറ്റി പറയുന്നത് അത് ഇന്നും യെരുശലേമിൽ പ്രചാരത്തിലിരിക്കുന്നു എന്ന നിലയിലാണ് ഈ കള്ളക്കഥയെ പറ്റി മത്തായി തന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അപ്പോൾ പത്രോസിന്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടി നിൽക്കുന്ന സകല യഹൂദന്മാരും വിശ്വസിച്ചിരിക്കുന്നത് യേശു ഉയർത്തെഴുന്നേറ്റതല്ല, യേശുവിന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റത്തില്ല, യേശു കേവലം മനുഷ്യനാണ്, അങ്ങനെ ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ ചരിത്രമില്ലെന്ന് പറഞ്ഞ് അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്ന ഒരു സംഘത്തോട് പത്രോസ് വിളിച്ചു പറയുന്നു, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ, നിങ്ങളുടെ നേതാക്കൾ പ്രചരിപ്പിച്ചതുപോലെ യേശുവിന്റെ ഭൗതിക ശരീരം ആരും മോഷ്ടിച്ചുകൊണ്ട് പോയതല്ല. പിന്നെയോ നിങ്ങൾ ഒരുക്കി വെച്ച സുരക്ഷാ സംവിധാനങ്ങളെ ഭേദിച്ച് അകത്ത് കയറിയ ശരീരം മോഷ്ടിക്കത്തക്ക നിലയിൽ തന്റെ ഇടമുള്ള ഒരുത്തനും ഈ 120 പേരിനകത്തില്ല. നിങ്ങൾ ഒരുക്കിയ സുരക്ഷാ സംവിധാനത്തിന്റെ വളയം ഭേദിച്ച് ആ കല്ലറ തുറന്ന് ആ ഭൗതിക ശരീരം എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരുത്തനും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വർഗത്തിലെ ദൈവം മരണപാശങ്ങളെ അടിച്ചു മാറ്റി, എന്നിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിന് അവനെ അടക്കി വെക്കുക അസാധ്യമായിരുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. നാം ഒന്നിച്ച് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയാണ് 1-2 കാര്യങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള കാര്യം പരസ്യമായി സമർത്ഥിക്കപ്പെട്ടത് യേശു കന്യകയിൽ ജനിച്ചത് കൊണ്ട് മാത്രമല്ല, യേശു 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്ത് രോഗികൾക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് മാത്രമല്ല, യേശു കാൽവറയിൽ മരിച്ചത് കൊണ്ട് മാത്രമല്ല, യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്തത് കൊണ്ട് മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ ദൈവത്തിന്റെ പുത്രനെന്ന് ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തവനാൽ. അപ്പോൾ പൗലോസ് പറയുന്നത് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ശക്തമായി നിർണയിക്കപ്പെട്ട ഏറ്റവും ശക്തമായ ഘടകം അവന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവ് നമുക്കില്ലായിരുന്നെങ്കിൽ നമ്മുടെ ആരാധന വ്യർത്ഥമാകുമായിരുന്നു. റനാൻ എന്ന് പറയുന്ന ഒരു നാസ്തികനുണ്ട്. ആ നാസ്തികൻ ഒരിക്കൽ ക്രൈസ്തവ സമൂഹത്തെ പറ്റി പറഞ്ഞൊരു പ്രഖ്യാപനം ഇങ്ങനെയാണ്: തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുടെ സ്മരണയിൽ ഉറ്റക്കൊള്ളുന്ന വിഡ്ഢികളാണ് ക്രൈസ്തവരെന്ന്. ആ വാക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഏത് കല്ലറയുടെ സ്മരണയിലാണ്? തുറന്നു കിടക്കുന്ന കല്ലറയുടെ സ്മരണയിൽ ഉറ്റക്കൊള്ളുന്ന വിഡ്ഢികളാണ് ക്രിസ്ത്യാനികൾ എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ ശ്രദ്ധിക്കണം. ആ വാക്കിൽ തന്നെ കൊണ്ട് തുറന്നു കിടക്കുന്ന കല്ലറയുടെ സ്മരണയിൽ എന്ന് വെച്ചാൽ, ഉലകം 40 നിമിഷം മുമ്പ് പാടിയല്ലോ, ഉലകമകാന്മാരാകിലരുടെയും കല്ലറ ഇന്ന് മടഞ്ഞു കിടക്കുമ്പോ ചരിത്രത്തിന്റെ വിരിമാറിലേക്ക് തുറന്നു പിടിച്ച ഒരേ ഒരു കല്ലറ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കല്ലറയാ. ആ കല്ലറ വാക്കും ഭാഷണമില്ലാതെ വിളിച്ചു പറയുന്നു, അവൻ ദൈവപുത്രനാ. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവിന് മാത്രമാണ് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്നത്. ഈ വാക്കുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പത്രോസ് പറയുകയാണ്, ദൈവമോ മരണഭാഷകളെ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ അടക്കി വെക്കുക അസാധ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന 3 കാര്യങ്ങൾ. 1, മരണം കർത്താവിനെ അടക്കി വെക്കാൻ ശ്രമിച്ചു. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടയാൻ ശ്രമിച്ച ശക്തികൾ ഏതൊക്കെയാണ്? അതിനെ കർത്താവ് എങ്ങനെയാണ് തകർത്തു പുറത്തു വന്നത്? ഒന്നാമത് നമ്മളാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തേത്, യേശു ക്രിസ്തുവിന് മാത്രം
എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞത്? മറ്റുള്ളവരൊക്കെ ഇന്നും 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ യേശുക്രിസ്തു മാത്രം എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റത്? മറ്റാർക്കും അത് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? മൂന്നാമത് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാ, നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? സമയത്തിന്റെ പരിമിതികൾ നമ്മുടെ മുൻപിലുണ്ട്. എങ്കിലും ഇന്ന് രാത്രിയില് നമ്മൾ ഒന്നിച്ചാണ് ഈ കർത്താവിന്റെ വചനം ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ പ്രസംഗകനും നിങ്ങൾ കേൾവിക്കാരും എന്ന ചിന്തയിലല്ല. നാം ഒന്നിച്ച് വചനം ധ്യാനിക്കാൻ വേണ്ടി പോവുകയാണ്. നാം ഒന്നിച്ച് ധ്യാനിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പഴുത്തു പുഴുത്ത് ദ്രവിച്ചു പോയ ഒരു നിർഗുണ ജന്മത്തെ പറ്റിയല്ല ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മൾ ധ്യാനിക്കുന്നത് മരണത്തിന് പിടിച്ചൊതുക്കാൻ പറ്റാത്ത, പ്രഭുത്വത്തിന് പിടിച്ചൊതുക്കാൻ പറ്റാത്ത, പ്രതിസന്ധികൾ ഒതുക്കിക്കൊടുക്കാൻ പറ്റാത്ത ഉലകത്തിലെ സകല മകന്മാരെയോ അവസാനം പേടിപ്പിച്ച് നടത്തുന്ന ശത്രു മരണമാണെങ്കിൽ ആ മരണത്തിന്റെ കെട്ടു പറ്റിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന ജീവനുള്ള ദൈവത്തെയാ ഇന്ന് രാത്രിയിൽ നാം ധ്യാനിക്കുന്നത്. അതുകൊണ്ട് ആ ജീവന്റെ തുടിപ്പിൽ വേണം ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കും. എന്നെ ഈ ശബ്ദഭാഗിനികളുടെ ശബ്ദപരിധിക്കുള്ളിൽ നിന്ന് കേൾക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ള ഞങ്ങളുടെ സഹൃദയരോട് പറയട്ടെ, ഇന്ന് രാത്രിയിൽ ഉയർത്തെഴുന്നേറ്റൊരു കർത്താവിനെ ഞങ്ങൾ ഇവിടെ വിളംബരം ചെയ്യുമ്പോൾ ശവക്കല്ലറകൾക്കകത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത് പോലെ നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം, നിന്റെ തലമുറകളുടെ അന്തരീക്ഷം, നിന്റെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളൊക്കെ ശവക്കല്ലറയ്ക്കകത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത് പോലെ അവസ്ഥയിലാണെങ്കിൽ ഈ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാതായനമൊന്ന് തുറന്നു കൊടുത്താൽ അവൻ നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുക മാത്രമല്ല, ആ ഉയർപ്പിന്റെ ശക്തി നിങ്ങൾ ഒതുങ്ങിപ്പോയ മണ്ഡലങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്ന ശക്തിയാണ്. വിശ്വസിക്കുന്നത് നമുക്കൊക്കെ ആയിട്ട് കർത്താവിന് സ്തോത്രം പറയുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടയാൻ ശ്രമിച്ച ശക്തികൾ അതെങ്ങനെ പരാജയപ്പെട്ടു? ഒന്നാമത്തേത്. രണ്ടാമത്തേത്, യേശുക്രിസ്തുവിന് മാത്രം എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞത്? മൂന്നാമത്തേത്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഈ 3 ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് അല്പ നിമിഷം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടയാൻ ശ്രമിച്ച ശക്തികൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ചരിത്രത്തിലെ, ഉലക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥലമാണ് യേശുക്രിസ്തുവിന്റെ കല്ലറവാതിൽ എന്ന് പറയുന്നത്. ഉലക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥലമാണ് യേശുവിന്റെ കല്ലറവാതിൽ എന്ന് പറയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ കാൽവറിയിൽ തറച്ചു കൊന്ന അനന്തരം അരിമത്യക്കാരനായ യോസഫ് അധികാരികളോട് അനുവാദം മേടിച്ച ആ ശവത്തെ ആ കുരിശിൽ നിന്നും താഴെ ഇറക്കി തിരശീലകൾ കൊണ്ട് മൂടി പൊതിഞ്ഞ് വൃത്തിയാക്കിയിട്ട് അരിമത്യക്കാരനായ യോസഫിന്റെ ഉടമസ്ഥതയിലുള്ള മനോഹരമാകുന്ന മറ്റാരും വെച്ചിട്ടില്ലാത്ത പുത്തൻ കല്ലറയ്ക്കകത്ത് യേശുക്രിസ്തുവിനെ കൊണ്ട് വെക്കുന്ന രംഗം നമുക്കെല്ലാവർക്കും അറിയാം. യേശുക്രിസ്തുവിനെ കല്ലറയ്ക്കകത്ത് വെച്ചിട്ട് ആ കല്ലറയുടെ വാതില് ഒരു കല്ലുകൊണ്ട് അടച്ചു. ആ കല്ലിന്റെ പുറത്ത് റോമൻ സാമ്രാജ്യത്തിന്റെ അലംഘനീയമായ മുദ്ര പതിപ്പിച്ചു. അതിന്റെ ഇപ്പുറത്ത് ആരോഗ്യ ദൃഢഗാത്രന്മാരായ പട്ടാളക്കാരെ കല്ലറയുടെ വാതിൽ തുറന്ന് ആരും ചെന്ന് അകത്തിരിക്കുന്ന ഭൗതിക ശരീരം എടുക്കാതിരിക്കാൻ കാവലും നിർത്തി. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ കല്ലറ വാതിൽക്കലോട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ 3 സുപ്രധാന സംവിധാനങ്ങൾ നമ്മൾക്ക് അവിടെ കാണാൻ കഴിയും. ഒന്ന്, കർത്താവിനെ വെച്ചിട്ട് ആ കല്ലറയുടെ വാതിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരു കല്ലാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, കല്ലിന്റെ പുറത്ത് വെച്ചിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ അലംഘനീയമായ മുദ്രയാണ്. മൂന്നാമത്തേത്, അല്പം അകലെയായിട്ട് മാറി നിൽക്കുന്ന ആരോഗ്യ ദൃഢഗാത്രന്മാരായ ബലിഷ്ഠന്മാരായ റോമൻ പട്ടാളക്കാരാണ്. 3 ശക്തികള് അവിടെ സമ്മേളിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഒന്നാമത്തേത് കല്ലറ വാതിൽക്കലിരിക്കുന്ന കല്ല്. രണ്ടാമത്തേത് കല്ലിന്റെ പുറത്തിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ അലംഘനീയമായ മുദ്ര. മൂന്നാമത്തേത് കല്ലറ വാതിൽക്കൽ കാവൽ നിൽക്കുന്ന റോമൻ പട്ടാളക്കാർ.
ഈ 3 സംവിധാനങ്ങളും 3 ശക്തികളുടെ പ്രതീകങ്ങളാണ്. 3 ശക്തികളുടെ പ്രതീകങ്ങൾ. കല്ലറ വാതിൽക്കലിരിക്കുന്ന കല്ല് പൈശാചിക ശക്തികളുടെ പ്രതീകമാണ്. അതിന്റെ പുറത്തിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ അലംഘനീയമായ മുദ്ര നിയമത്തിന്റെ അല്ലെങ്കിൽ ഭരണത്തിന്റെ അധികാരത്തിന്റെ പ്രതീകമാണ്. അതിനിപ്പുറത്തു മാറി നിൽക്കുന്ന റോമൻ പട്ടാളക്കാര് യഹൂദനും റോമക്കാരും കൂടെ കൈകോർത്തു പിടിച്ചു നിൽക്കുന്ന മാനുഷിക കൂട്ടുകെട്ടിന്റെ പ്രതീകമാണ്. നോക്കുക, പിശാചിന്റെ ശക്തി, നിയമത്തിന്റെ അധികാരം, മാനുഷിക കൂട്ടുകെട്ട്, ഇത് 3ഉം കൂടെ ഒറ്റക്കെട്ടായി പറയുന്ന ഒരേ ഒരു കാര്യം: അകത്തിരിക്കുന്നവൻ ആരായാലും പുറത്തു വരാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, പിശാചിന്റെ ശക്തികളും നിയമത്തിന്റെ അധികാരവും മാനുഷിക കൂട്ടുകെട്ടോ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അകത്തു വഹിക്കുന്ന നിന്നെ നോക്കി പുറത്തു വരാൻ അനുവദിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി വെല്ലുവിളി മുടക്കി നിന്ന് ഭയം ഉൾവലിയരുത്. ഉയർത്തെഴുന്നേറ്റവൻ നിന്റെ അകത്തുണ്ടെങ്കിൽ നിനക്ക് പരാജയപ്പെടുത്താൻ പറ്റാത്ത ഒരു ശക്തികളുമില്ല. അത് വിശ്വസിക്കുന്നവർക്കായി സ്വത്രം പറയുന്നു. 3 ശക്തികളുടെ പ്രതീകങ്ങളാണ് ഈ കല്ലും അലംഘനീയമായ മുദ്രയും റോമൻ പട്ടാളക്കാരും എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയാം, നമ്മുടെ കർത്താവിനെ കല്ലറക്കകത്ത് വെച്ചിരിക്കുന്നു. വലിയൊരു കല്ലുകൊണ്ട് കല്ലറ വാതിൽ കൊടുക്കുക, അടച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഈ കല്ലറ വാതിൽക്കൽ വെച്ചിരിക്കുന്ന കല്ല് പ്രകൃതിയിലെ ഏതോ പാറക്കെട്ടിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ടുവന്ന ഒരു കൽക്കഷണമാണ് ഈ കല്ലറ വാതിൽക്കൽ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം അകത്തോട്ടാരും കയറി അകത്തിരിക്കുന്നവനെ പുറത്തെടുത്തു കൊണ്ടുവരാൻ പാടില്ല. ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള വിശ്വാസമൊന്നും അടച്ചു വെച്ചോർക്കില്ല. പുറത്തുനിന്ന് ആരും കയറി അകത്തിരിക്കുന്നവനെ പുറത്തോട്ടെടുത്തുകൊണ്ട് വരാൻ പാടില്ല. ഈ കല്ല് അഥവാ ഒരുത്തൻ ഉരുട്ടിയെന്നിരിക്കട്ടെ, അതിന്റെ പുറത്തു വെച്ചിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്ര അവന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അധികാരികളുടെ സീല് പതിപ്പിച്ചിരിക്കുന്ന ഈ കല്ല് അനുവാദമില്ലാതെ ഒരുത്തം തൊട്ട കഴുത്തു ചോദിച്ചു കളയും. അതുകൊണ്ട് മുഖ്യ കുടുംബങ്ങളിൽ ജനിച്ച സാധാരണപ്പെട്ട ശിഷ്യന്മാർക്കാർക്കോ അതിന്റെ അടുത്തോട്ട് പോകാൻ പോലും തന്റെ ഇടമുണ്ടാകത്തില്ല. ഇപ്പുറത്തോട്ട് മാറി നിൽക്കുന്ന നല്ല ഉരുണ്ട് പെരുത്ത മസിലുള്ള ആരോഗ്യ ദൃഢഗാത്രന്മാരും ആയുധധാരികളുമായ പട്ടാളക്കാര് അവരെ കവച്ചു വെക്കാൻ ആർക്കും ശക്തിയുമില്ല. ഈ 3 ശക്തികളാണ് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് തടസ്സം നിൽക്കുന്നത്. ആദ്യത്തെ കല്ലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവ് ഉയർത്തെഴുന്നേൽക്കേണ്ട സമയമായി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ കർത്താവ് എഴുന്നേറ്റ് വന്നു. തന്റെ ദേഹമാസകലം ചുറ്റിയിരുന്ന റോമാലുകൾ അടിച്ചു ചുരുട്ടി അവൻ മാറ്റിവെച്ചു. എന്നിട്ട് നീളമുള്ള തന്റെ കർക്കൂന്തലുകൾ വകഞ്ഞു നീക്കി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കല്ലറയുടെ വാതിൽക്കലേക്ക് നോക്കുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. എന്താണെന്നറിയാമോ? കല്ലറ വാതിൽക്കൽ ഒരുത്തൻ ഇരിക്കുകയാ. അത് വെറും ഒരു കല്ലാണ്. കല്ലറ വാതിൽക്കൽ ഇരിക്കുന്നവൻ അകത്തിരിക്കുന്നവരെ ഒന്ന് നോക്കി, അകത്തിരിക്കുന്നവൻ കല്ലറ വാതിൽക്കൽ ഇരിക്കുന്നവരെ നോക്കി. ഈ നോട്ടങ്ങൾ തമ്മിലൊന്ന് ഉടക്കുവാനായിട്ടിടയായിത്തീർന്നു. 4 സുവിശേഷങ്ങളും നാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ കല്ലറ വാതിൽക്കലിരുന്ന കല്ലിനെ ശക്തിയുള്ളൊരു ദൂതനിറങ്ങി ഉരുട്ടി മാറ്റിയെന്ന് ലൂക്കോസ് പറയുന്നുണ്ട്. എന്നാൽ ഇത് സ്വതവേ ഉരുണ്ടുമാറി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഉരുട്ടിയത് മനുഷ്യരാരുമല്ല, മനുഷ്യന്റെ കരങ്ങൾക്കപ്പുറമായി ചലിക്കാൻ കഴിയുന്ന സ്വർഗത്തിന്റെ കരമാണ് ഈ കല്ലുരുട്ടി മാറ്റിയത്. ഞാനത് ഇങ്ങനെ പറയാം, കല്ലറ വാതിൽക്കലിരിക്കുന്ന കല്ല് അകത്തിരിക്കുന്നവരെ ഒന്ന് നോക്കി, അകത്തിരിക്കുന്നവൻ കല്ലറ വാതിൽക്കലിരിക്കുന്നവരെ ഒന്ന് നോക്കി. അപ്പോൾ കല്ലറ വാതിൽക്കലിരിക്കുന്ന കല്ലിന് നാണം വന്നെന്ന് വേണേ പറയാം. നാണം വരാൻ കാരണമുണ്ട്. കല്ലറ വാതിൽക്കൽ ഇരിക്കുന്നത് ഏതോ പാറക്കെട്ടിൽ നിന്നും എടുത്തോണ്ട് വന്ന എടുത്തോണ്ട് വന്ന വെറും ഒരു കൽക്കഷണം, ഒരു പാറക്കഷണമാണ് കല്ലറ വാതിൽക്കൽ ഇരിക്കുന്നത്. എന്നാൽ കല്ലറക്കകത്തിരിക്കുന്നവനെ പറ്റി വേദം പറയുന്നത് അവൻ യുഗങ്ങളുടെ പാറയാണ്. യുഗങ്ങളുടെ പാറയായവൻ കല്ലറക്കകത്തിരിക്കുമ്പോൾ വെറും ഒരു കൽക്കഷണത്തിന് അവനെ എങ്ങനെ തടയാൻ കഴിയുന്നത്? ഒരു പാറപ്പുറത്തൊരു കല്ലെടുത്തെറിഞ്ഞ ഒരു പാറകൻ തകർന്ന ചരിത്രമില്ല. ചെന്ന് തറയ്ക്കുന്ന കല്ല് പൊളിയായി പോകും. ഇവിടെ പിശാചിനൊരു കാര്യം മനസ്സിലായി. മണിക്കൂറുകൾക്കപ്പുറം കാൽവറുകളുടെ കുലക്കളത്ത് അവന്റെ
ഇനിയുമുള്ളത് വെറും ഒരു ചലനം മാത്രമാ. ചെന്നൊതക്കാൻ നിന്നാൽ അതുകൂടെ നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിവുണ്ടായപ്പോ പൈശാചിക ശക്തികളുടെ പ്രതീകമായ കല്ല് മനുഷ്യകരം തൊടാതെ ഉരുണ്ടുമാറി. ഇന്ന് രാത്രിയുടെ ആത്മാവിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് പറയാം. നിങ്ങളുടെ നന്മകളെ തടഞ്ഞു പിടിക്കാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങളുടെ വാതിൽക്കൽ ചില കല്ലുകൾ പിടിച്ചു വെച്ച് ഇന്ന് രാത്രി ശത്രു നിനക്കെതിരെ വീൺവളക്കി നിന്നെ നിരാശപ്പെടുത്താൻ ശ്രമിക്കുന്നെങ്കിൽ ഒരടി പോലെ നീ ഭയപ്പെടരുത്. കാരണം നിന്റെ അകത്തിരിക്കുന്നവൻ ആരാന്നറിയാമോ? നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ ഇരുട്ടിന്റെ ആധിപത്യത്തിനെ ചെയ്യപ്പെട്ടവൻ ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ തലമുറകളുടെ നന്മയ്ക്കെതിരെ, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ധനാഗമന മാർഗത്തിനെതിരെ, നിന്റെ സഭയ്ക്കകത്തേക്ക് ജനം വന്ന് കയറുന്നതിനെതിരെ, ദേശത്തെ ആത്മീക മണ്ഡലത്തിനെതിരെ ഇന്ന് രാത്രിയിൽ ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന കൽക്കെട്ടുകളുടെ മേലെ ദൈവത്തിന്റെ ശക്തി. Praise the Lord. Hallelujah. അപ്പോൾ പൈശാചിക അധികാരത്തിന്റെ പ്രതീകമായ കല്ലിനെ അകത്തിരിക്കുന്നവരാരാണെന്ന് മനസ്സിലായപ്പോ മനുഷ്യകരങ്ങളുടെ സ്പർശനമില്ലാതെ അത് വഴിമാറി. ഈ പൈശാചിക അധികാരത്തിന്റെ പുറത്ത് പിടിച്ചു നിൽക്കുകയായിരുന്നു ആരെന്നറിയാമോ? നിയമത്തിന്റെ അധികാരം. പൈശാചിക അധികാരത്തിന്റെ കുരുക്കഴിഞ്ഞപ്പോ നിയമാധികാരത്തിന്റെ ചുവപ്പ് നാട തന്നെ പൊട്ടി താഴെ വീണു. വിശ്വസിക്കാൻ കഴിയുമോ? ചില ഇരുട്ടിന്റെ ബന്ധനങ്ങൾ അഴിയുമ്പോൾ, ചില പിശാചിന്റെ ശക്തികൾ പരാജയപ്പെടുമ്പോൾ നിനക്കെതിരെ ചുവപ്പ് നാടകിൽ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില നിയമത്തിന്റെ കുരുക്കുകളെ സ്വർഗത്തിന്റെ ദൈവം തരിച്ചു കളയും. അത് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം പറയുന്നു. പൈശാചിക മണ്ഡലങ്ങൾ കഴിവ് സംഭവിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ വചനം, അവന്റെ വചനം എന്ന് ശക്തമായി ഇടപെടുന്നുണ്ട്. ചില നിയമത്തിന്റെ ചുവപ്പ് നാടകൾ അഴിഞ്ഞു വീഴുന്ന രാത്രിയാണിന്ന്. ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. Praise the Lord. നിയമത്തിന്റെ ഭരണത്തിന്റെ അധികാരം അഴിഞ്ഞു. നിയമത്തിന്റെ ഭരണത്തിന്റെ അധികാരം, പിശാചിന്റെ അധികാരം അഴിഞ്ഞപ്പോൾ പഴുത്തു പുഴുത്ത് ദ്രവിച്ചു പോകുമെന്ന് മനുഷ്യൻ ചിന്തിച്ച ഒരുത്തൻ കല്ലറയ്ക്കകത്തുനിന്ന് സൂര്യസമാന ശോഭയോട് പുറത്തേക്കിറങ്ങി വരികയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുക. നിന്റെ വാഗ്ദത്തങ്ങളെ, നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതികളെ, നിന്റെ കുടുംബത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ ആലോചനകളെ, നിന്റെ ശുശ്രൂഷയെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതികളെ ഇതുപോലെ ഒതുക്കി വെക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മഹത്വം വ്യാപരിച്ച അകത്ത് തീരുമെന്ന് നീ ചിന്തിച്ച നിന്റെ സൂര്യ സമാന ശോഭയോട് പുറത്തിറക്കിക്കൊണ്ടുവരുന്ന ഒരു മഹത്വം നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. സംഭവിച്ചത് വേഗം പറഞ്ഞു പോകാൻ സമയമില്ല. കല്ലുരുണ്ടു, നിയമത്തിന്റെ കുരുക്കുമുട്ടി. പിന്നെ നിൽക്കുന്ന എന്നാന്നറിയാമോ? മാനുഷിക കൂട്ടുകെട്ടിന്റെ പ്രതീകമായ പട്ടാള ബറ്റാലിയന. പിശാച് കഴിഞ്ഞ നിയമം പൊട്ടിയാൽ ഇവനെ ഓടിക്കാൻ വലിയ താമസമൊന്നുമില്ല. ഇവരിങ്ങനെ മസിലും വരുത്ത് നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ അനാഥപ്രദത്തിന് അവർ കാവൽ നിൽക്കുന്നത്. നമുക്കാണ് യേശു ദൈവം, അവർക്ക് യേശു ദൈവമൊന്നുമല്ല. കണ്ണിമ വെട്ടാതെ ഗവൺമെന്റ് പറഞ്ഞതായതുകൊണ്ട് പേടിച്ചു പറച്ച് ഒരു 33 വയസ്സുകാരന്റെ അനാഥപ്രദത്തിന് ശവക്കല്ലറയ്ക്ക് മുമ്പിൽ കൊടുക്കുക കാവൽ നിൽക്കുക പുള്ളികള്. ഇവർ പേടിച്ചതിനെ പറ്റി ഞാൻ ഇങ്ങനെ പറയാം. ഒരപ്പന് 3 പെൺമക്കളുണ്ടായിരുന്നു. അപ്പനങ്ങ് മരിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ അപ്പൻ പെൺമക്കൾക്ക് ഭയങ്കര സ്നേഹമുള്ളവനായിരുന്നു. എവിടെ പോയിട്ട് വന്നാലും അവർക്ക് വേണ്ടതൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന സ്നേഹത്തുളുമ്പി നിന്നൊരപ്പൻ. അപ്പൻ മരിച്ച കല്ലറെ കൊണ്ടടക്കി. 5-6 മാസം കഴിഞ്ഞപ്പോഴും മക്കൾ അറിഞ്ഞു അപ്പന്റെ കല്ലറ മുഴുവനും കാടുമൂടി കിടക്കുന്നു.
പെമ്മക്കൾ 3 പേരും കൂടെ ചെന്നിട്ട് അപ്പന്റെ കല്ലറയുടെ ചുറ്റിലെ കാടെല്ലാം വെട്ടി കരികിലെല്ലാം തൂത്ത് കളഞ്ഞിട്ട് അപ്പന്റെ കല്ലറയുടെ അടുത്ത് ചാരി ഇരുന്നിട്ട് വെളുമാർ 3 പേരും കൂടെ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചെയ്തു കൊടുത്ത നല്ല കാര്യങ്ങളെ പറ്റി, വാങ്ങിച്ചു കൊടുത്ത കാര്യങ്ങളെ പറ്റി, അപ്പന്റെ സ്നേഹത്തെ പറ്റി ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പന്റെ കല്ലറയുടെ മുകളിൽ എന്തോ ഒരു ചെറിയ ശബ്ദം അവർ കേട്ടു. എന്താണെന്നറിയാൻ കൂട്ടത്തിൽ മൂത്തവിടെ തലവൊക്കെ നോക്കിയപ്പോൾ അപ്പന്റെ കല്ലറയുടെ മേളിലിട്ടിരിക്കുന്ന 3 സ്ലാബിൽ തലയുടെ ഭാഗത്ത് കിടക്കുന്ന സ്ലാബ് തന്നെ ഉരുണ്ടങ്ങോട്ട് മാറുന്നത് കണ്ടു. എന്റെ അപ്പച്ചാന്ന് വിളിച്ചോണ്ട് ഇവളുമാരിൽ ആരെങ്കിലും കല്ലറയ്ക്കകത്ത് ചാടുവോ? കല്ലറയ്ക്കകത്ത് കിടക്കുന്നത് സ്വന്തം അപ്പന്റെ ശരീരമാണെങ്കിലും കൈ തൊടാതെ അതിന്റെ മേളിലെ സ്ലാബ് ഉരുണ്ടു മാറുന്നത് കണ്ടാൽ പിടിച്ചു നിൽക്കാൻ ഒരുത്തർക്കും ധൈര്യമുണ്ടാകത്തില്ല. അടുത്ത ദിവസം വേണേ 3 അടക്കം കൂടി ഒന്നിച്ച് നടത്താം. അതാണ് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, മസിലൊക്കെ ഉണ്ട്, ശക്തമാണ്, ആരോഗ്യമുണ്ട്, ശക്തമാണ്, ആയുധമുണ്ട്, ശക്തമാണ്. പക്ഷെ ഇവർ നോക്കുമ്പോൾ കാണുന്നത് ഒരു മനുഷ്യന്റെ കരം തൊടാതെ കർത്താവിന്റെ കല്ലറവാതിൽക്കലെ കല്ലുരുണ്ടു മാറുന്നു. അതിന്റെ പുറത്തിരിക്കുന്ന നിയമത്തിന്റെ കുരി കഴിഞ്ഞു വീഴുന്നു. അതിനകത്തുനിന്നൊരു തേജസ് പുറത്തേക്ക് വരുന്നു. അവർ ഭയന്നുപോയി. വിശ്വസിക്കാൻ കഴിയുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം പറയുന്നു. പിശാചിന്റെ കുരുക്കുകൾ അഴിയുമ്പോ, നിഗമത്തിന്റെ കെട്ടുകൾ പൊട്ടുമ്പോ, ചില മാനുഷിക കൂട്ടുകെട്ടുകളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീഴുമെന്ന് ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടഞ്ഞ പൈശാചിക ശക്തി, നിയമത്തിന്റെ ശക്തി, മാനുഷിക കൂട്ടുകെട്ട്, ഇതിന്റെ 3നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കല്ലറയ്ക്കകത്തുനിന്ന് നമ്മുടെ കർത്താവ് പുറത്തു വന്നു. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ കഴിയുമോ? ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് രാത്രിയിൽ നിന്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ, ആ ഉയർപ്പിന്റെ ശക്തി നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ആ ഉയർപ്പിന്റെ മഹത്വം നിന്റെ അകത്ത് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ തടഞ്ഞു വെക്കാൻ ഒരു പൈശാചിക ശക്തിക്ക് കഴിയത്തില്ല. നിന്റെ നന്മകൾ തടയാൻ ഒരു നിഗമത്തിന്റെ കൂട്ടിന് കഴിയത്തില്ല. നിന്നെ മുടിച്ചു കളയാൻ ഒരു മാനുഷിക കൂട്ടുകെട്ടിനും സാധ്യമല്ല. കാരണം ഇതിനെയൊക്കെ ജയിച്ചവന്റെ ശക്തിയാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവിന് സ്വന്തം പറയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദേശമേ, നിങ്ങളോട് വചനത്തിലൂടെ ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറയാം. നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ കെട്ടാണോ? നിന്റെ നന്മയുടെ തലമുറകളുടെ ഭാവിക്കെതിരെ വ്യാപരിച്ച് നിന്നെ ഭീഷണിപ്പെടുത്തുന്നത് ചില നിയമത്തിന്റെ ചുവപ്പ് നാടകളാണോ? നിന്നെ മുടിച്ചു കളയാൻ പദ്ധതി കെട്ടിരിക്കുന്നത് ചില മാനുഷിക കൂട്ടുകെട്ടാണോ? അതിൽ നിന്നും വിമുക്തി നീ ആഗ്രഹിക്കുന്നു. നിനക്ക് സ്വയം പറ്റത്തില്ല. ഇതിനെ 3നെ ജയിച്ച ഒരു കർത്താവ് ഇന്ന് രാത്രിയിൽ ജയവീരനായി ദേശത്തിറങ്ങി വന്നിട്ടുണ്ട്. അവനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ തയ്യാറായ, അവനിലൊന്ന് വിശ്വസിക്കാൻ തയ്യാറായ, അവനെ ആരാധിക്കാൻ തയ്യാറായ, ആ ഉയർപ്പിന്റെ ശക്തി നിങ്ങളുടെ മേലും വ്യാപരിക്കും. തകർന്ന് തരിപ്പണമാകും എന്നുള്ള നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ വിധിയെഴുത്തുകൾ ഇന്ന് രാത്രി റദ്ദു ചെയ്യപ്പെടും. ഇനിയും ഒരടി പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് നിന്റെ മനസ്സിനോട് 1000 വട്ടം പറഞ്ഞ് പഠിപ്പിച്ച ആ മണ്ഡലത്തിന് ഇന്ന് രാത്രി മാറ്റം വരും. നീ അനുഗ്രഹിക്കപ്പെടും. ഒറ്റ കാര്യം, ഈ പ്രതിസന്ധികളെ ജയിച്ചുയർത്തെഴുന്നേറ്റവന് നിന്റെ ഹൃദയത്തിലിരിക്കാൻ നീ അവസരം കൊടുക്കണം. നിന്റെ കുടുംബത്തിനകത്തേക്ക് പ്രവേശിക്കാൻ നീ അവസരം കൊടുക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു വിടുതലിന്റെ പടിവാതിൽക്കലാണ് നീ നിൽക്കുന്നത്. ഏറ്റെടുക്കുന്ന ദേശത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, മരണത്തെ ജയിച്ചവനായ യേശു കർത്താവ് തൻ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് പിശാചിനെ ജയിച്ചു. തൻ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് നിഗമത്തെ ജയിച്ചു. തൻ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് മാനുഷിക കൂട്ടുകെട്ടിനെ ജയിച്ചു. അവൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ അകത്തിരിപ്പുണ്ടെങ്കിൽ നമ്മെ തകർക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഈ മണ്ണിലില്ല. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്വന്തം പറയുന്നു. 2ാമത്തെ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യേശുക്രിസ്തുവിന് മാത്രം എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞത്? മറ്റുള്ളവരൊന്നും ഉയർത്തെഴുന്നേറ്റില്ല, യേശു മാത്രമാണ് ഉയർത്തെഴുന്നേൽക്കാൻ. നമ്മളോട് പാടിയില്ലേ, ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്ന കല്ലറയിൽ നമ്മുടെ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തില്
വാണിടുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജി മരിച്ച് ചിതാഭസ്മം ശാന്തികെട്ടിൽ കൊണ്ട് നിമജ്ജനം ചെയ്ത അനന്തരം അതിനെ അടക്കം ചെയ്തതിന് പ്രത്യേക പേടകത്തിൽ വെച്ച അനന്തരം തൊട്ടടുത്ത 3-ാമത്തെ ദിവസം ഇന്ത്യയുടെ ധീരവനിതയായിരുന്ന സരോജിനി നായിഡു ആ പേടകത്തിന്റെ അടുക്കൽ ചെന്നിട്ട് മുഴക്കാൽ മടക്കി കരം വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനാ വാചകം കുറുകിടപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. അല്ലയോ ബാപ്പുജി, അങ്ങ് യേശുദേവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ 3-ാം പ്രഭാതത്തിൽ ഉയർത്തെഴുന്നേറ്റിരുന്നെങ്കിൽ ഇന്ത്യൻ ജനത എത്രമാത്രം കൃതാർത്ഥരാകുമായിരുന്നു എന്നുള്ള പ്രാർത്ഥനയ ദേശത്തിലെ ഇളം കാറ്റ് തട്ടി തകർന്നില്ലാതായി പോയതല്ലാതെ ബാപ്പുജിയുടെ ശരീരത്തിന്റെ ഒരു കണികയ്ക്ക് പോലും ചലനം വെച്ചില്ല. പ്രിയപ്പെട്ടവരെ, മരണത്തെ ജയിച്ച ഒരേ ഒരാള് നമ്മുടെ കർത്താവ് മാത്രമാണ്. നമുക്ക് മരണത്തോട് തന്നെ ചോദിക്കാം, മരണമേ, നീ എത്ര ചെറിയ പുള്ളിയൊന്നുമല്ല. ഒരിക്കൽ നിന്റെ ഉദരത്തിൽ വന്നു കയറിയ ഒരുത്തനെ പിന്നെ നീ പുറത്തോട്ട് വിട്ടിട്ടില്ല. നിന്റെ ഉദരം ഒന്ന് തപ്പി നോക്കിയാൽ അതിനകത്ത് ശക്തന്മാരായ ഏകാധിപതികൾ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിനകത്ത് ശക്തന്മാരായ യോദ്ധാക്കൾ ഇരിപ്പുണ്ട്. അതിനകത്ത് ശക്തന്മാരായ ആയോധന കലകൾ അറിയാവുന്നവരിപ്പുണ്ട്. അതിനകത്ത് അലക്സാണ്ടർ, ഹിറ്റ്ലർ തുടങ്ങിയ ഭീകരന്മാരായ രാഷ്ട്രീയ പ്രവർത്തകർ, രാജാക്കന്മാരിപ്പുണ്ട്. അതിനകത്ത് സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ തുടങ്ങിയ തത്വജ്ഞാനികൾ ഇരിപ്പുണ്ട്. അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ ആദം മുതൽ ഇങ്ങോട്ട് മരണത്തോട് മണ്ണിൽ നിന്നും പോയ സകലരും ഇരിപ്പുണ്ട്. അതിനകത്ത് കായീൻ മുതലുള്ള ദുഷ്ടന്മാർ, ഹാബേൽ മുതലുള്ള നീതിമാന്മാർ ഇന്ന് മരണത്തിന്റെ ഉദരം വിട്ട് പുറത്തു വരാൻ കഴിയാതെ അതിന്റെ തണുത്ത് മരവിച്ച ഉദരത്തിനകത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു മാത്രം കൊടുത്തു ഉയർത്തെഴുന്നേറ്റു. മരണത്തോടെ ചോദിക്കാൻ, മരണമേ, നീ മറ്റുള്ളവരെ ആരെയും നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വിടാതെ യേശുവിനെ മാത്രം എന്തുകൊണ്ടാണ് വിട്ടുകൊടുത്തത്? യേശുവിനെ മാത്രം എന്തുകൊണ്ടാണ് വിട്ടുകൊടുത്തത്? അത് നമ്മൾ മരണത്തോട് ചോദിച്ചാൽ മരണം നമ്മളോടൊന്നും പറയത്തില്ല. കാരണം മരണത്തിന് പറയാൻ അറിയത്തില്ല യേശുവിനെ എന്തിനു വിട്ടുകൊടുത്തത്. എന്നാൽ ബൈബിൾ നമ്മളോട് പറയും. റോമാലേഖനം 6-ാം അധ്യായം നിങ്ങൾ വായിക്കണ്ട, അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ എന്താണ് മരണമെന്ന് പൗലോസോട് പറയുന്നുണ്ട്. എന്താണ് മരണം? പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് പറയുന്നത്. അപ്പൊ ശമ്പളം എന്ന് പറഞ്ഞാൽ ഔദാര്യമല്ല, ശമ്പളം എന്നാൽ സമ്മാനമല്ല, ശമ്പളം എന്നാൽ കനിവ് തോന്നി ആരെങ്കിലും തരുന്ന എന്തെങ്കിലും കാര്യങ്ങളുമല്ല ശമ്പളം എന്ന് പറയുന്നത്. പിന്നെ ശമ്പളം എന്താ? ഒരു മനുഷ്യൻ തന്റെ ആരോഗ്യം ചെലവഴിച്ച്, ഒരു മനുഷ്യൻ തന്റെ സമയം ചെലവഴിച്ച്, ഒരു മനുഷ്യൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന തൊഴിലിന് കിട്ടുന്ന അർഹതപ്പെട്ട വേതനത്തെയാണ് ശമ്പളം എന്ന് പറയുന്നത്. ഇവിടെ പാപത്തെ പറ്റി പൗലോസ് പറയുന്നു, പാപം എന്താണ്? മരണം എന്താണ്? പാപത്തിന്റെ ശമ്പളമാണ് എന്ന് വെച്ചാൽ പാപം എന്ന തൊഴിൽ ചെയ്തവനാണ് മരണമെന്ന ശമ്പളത്തിന് യോഗ്യൻ. പാപമെന്ന തൊഴിൽ ചെയ്തവനാണ് മരണമെന്ന ശമ്പളത്തിന് യോഗ്യൻ. യേശുക്രിസ്തുവിന്റെ പാപരഹിത അവസ്ഥയെ ഓർമ്മപ്പെടുത്തുന്ന 3 വാക്യങ്ങൾ പൗലോസും പത്രോസും യോഹന്നാനും പറയുന്നുണ്ട്. ആ 3 വാക്യങ്ങൾ വായിപ്പിക്കാതികൾ ഞാൻ പറഞ്ഞു വിടാം. അവനിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. യേശുക്രിസ്തുവിന്റെ പാപരഹിത അവസ്ഥയെ പറ്റി ബൈബിൾ പറയുന്നു, യേശുവിൽ പാപമില്ലായിരുന്നു, യേശു പാപം അറിഞ്ഞിട്ടില്ലായിരുന്നു, യേശു പാപം ചെയ്തിട്ടില്ലായിരുന്നു. മരണത്തിന്റെ ചരിത്രത്തിൽ മരണമാദ്യമായിട്ട് പാപം ചെയ്യാത്തൊരുത്തൻ തന്റെ ഉദരത്തിലേക്ക് ഇറക്കി ചെന്നത് കണ്ടു. പാപം അറിയാത്തൊരുത്തൻ തന്റെ ഉദരത്തിലേക്ക് ഇറക്കി ചെല്ലുന്നത് കണ്ടു. പാപം ഇല്ലാത്ത, പാപം ചെയ്യാത്തൊരുത്തൻ തന്റെ ഉദരത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കണ്ടു. മരണത്തിന്റെ ഉദരത്തിൽ ഇരിക്കുന്ന സകലയവന്മാരും പാപത്തിന്റെ ശമ്പളമായി മരണം വരിച്ച് അങ്ങോട്ട് കയറി ചെന്നപ്പോ പാപത്തിന്റെ ശമ്പളമായി മരണം വാങ്ങിക്കേണ്ട ഗതികേടില്ലാത്തൊരുത്തൻ അത് മറ്റാരുമല്ല, പാപമറിയാത്ത, പാപം ചെയ്യാത്ത, പാപമില്ലാത്ത നമ്മുടെ കർത്താവ് മാത്രമാണ്. പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ,
ചെയ്യാത്തവൻ, പാപത്തിന്റെ ശമ്പളമായി മരണം വാങ്ങിക്കേണ്ട ഗതികേടില്ലാത്തവൻ, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരമായി മരിച്ച് മരണത്തിന്റെ ഉദരത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പം 3 ദിവസം മരണം നമ്മുടെ കർത്താവിനെ അടക്കി വെച്ചെന്ന് പറയുന്നതല്ലേ ശരി. 3 ദിവസം മരണം തന്റെ പ്രവർത്തികളിൽ നിന്നും വിമുക്തനായി. കാരണം എന്നാ, കർത്താവ് മരണത്തിന്റെ ഉദരത്തിലിരുന്ന 3 ദിവസവും മരണത്തിന് ഒരെണ്ണത്തെ പോലും കൊന്ന് അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറ്റത്തില്ല. കാരണം മരണത്തിന്റെ ഉദരത്തിൽ ആരിയ്ക്കുക എന്നറിയാമോ? ജീവനിരിക്കുകയാണ്. മരണത്തിന്റെ ഉദരത്തിൽ ജീവനിരിക്കുമ്പോൾ മരണത്തിനൊന്നിലേ കൊണ്ടു ചെല്ലാൻ കഴിയില്ല. 3-ാമത്തെ ദിവസം മരണം നമ്മുടെ കർത്താവിനോട് പറഞ്ഞു, നിന്നെ പിടിച്ചു വെക്കുക എനിക്ക് അസാധ്യമാണ്. എന്റെ അകത്തിരിപ്പുണ്ട് അലക്സാണ്ടർ, എന്റെ അകത്തിരിപ്പുണ്ട് സോക്രട്ടീസ്, എന്റെ അകത്തിരിപ്പുണ്ട് ഫ്ലാറ്റോ. അവരൊന്ന് ചലിക്കാതിരിക്കുമ്പോൾ നിന്നെ എനിക്ക് അങ്ങനെ പിടിച്ചു കെട്ടുന്നത് പറ്റുന്നില്ല. അതുകൊണ്ട് നീ എന്റെ ഉദരത്തിൽ നിന്ന് പോകണം. എന്റെ പൊന്നുദൈവ മക്കളെ, നമ്മുടെ കർത്താവ് മരണത്തിന് മുമ്പിലല്ല തോറ്റത്, നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ മരണം തോറ്റു. ഇന്ന് രാത്രികാലം യേശുവിന് മാത്രം ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞത്. അവൻ മാത്രമാണ് പാപമില്ലാത്തവൻ, അവൻ മാത്രമാണ് പാപം അറിയാത്തവൻ, അവൻ മാത്രമാണ് പാപം ചെയ്യാത്തവൻ. യേശുവല്ലാതെ പാപം അറിയാത്തൊരുത്തൻ ഉണ്ടായിരുന്നെങ്കിൽ, യേശുവല്ലാതെ പാപം ചെയ്യാത്തൊരുത്തൻ മരണത്തിന്റെ ഉദരത്തിലേക്ക് ഇറങ്ങി ചെന്നിരുന്നെങ്കിൽ, യേശുവല്ലാതെ പാപമില്ലാത്തൊരുത്തൻ മരണത്തിന്റെ ഉദരത്തിലേക്ക് ഇറങ്ങി ചെന്നിരുന്നെങ്കിൽ അവനും ഉയർക്കുമായിരുന്നു യേശുവിനെ പോലെ. എന്നാൽ അങ്ങനെ ഒരുത്തൻ നമ്മുടെ യേശുവല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് വിശ്വസിക്കുന്നവർ അക്കരകളൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടഞ്ഞ 3 ശക്തികളെ യേശു തോൽപ്പിച്ചിട്ട് യേശുവിന് മാത്രം ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞത്. മരണമെന്നാൽ പാപത്തിന്റെ ശമ്പളമാണ്. നമ്മുടെ കർത്താവ് മരണം വരിച്ചത് പാപത്തിന്റെ ശമ്പളമായിട്ടല്ല, പാപികളായ നമ്മളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ ഉദരത്തിലേക്ക് പാപമില്ലാത്തൊരുത്തൻ, പാപമറിയാത്തൊരുത്തൻ, പാപം ചെയ്യാത്തൊരുത്തൻ മരണത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അതുകൊണ്ടാണ് മരണത്തിന് അവനെ അടക്കി വെക്കാൻ കഴിഞ്ഞത്, അടക്കി വെക്കാൻ കഴിയാതെ പോയത്. മരണം പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് മരണം അവനെ വിട്ടുകളഞ്ഞു. അവൻ മരണത്തെ ജയിച്ചവനെ പുറത്തു വന്നു. ഇന്ന് രാത്രിയിൽ നാം സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, മരണത്തിന് പോലും ഒതുക്കി വെക്കാൻ കഴിയാതിരുന്ന ജയാളിയായ ഒരു കർത്താവിനെയാണ് ഇന്ന് രാത്രിക്കാലം നാം ആരാധിക്കുന്നത്. അവിശ്വാസമുള്ള ദൈവമക്കള് ഇന്ന് രാത്രിയിലെ കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. പത്രോസ് പറയുന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിന് അവനെ അടക്കി വെക്കുക അസാധ്യമായിരുന്നു. മരണത്തിന് അവനെ അടക്കി വെക്കാൻ പറ്റാതിരുന്നതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. അവൻ പാപമില്ലാത്തവനായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയുമ്പോൾ നെറ്റ് ചുളിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. യേശുവല്ലാതെ മറ്റൊരാളും ഉയർത്തെഴുന്നേറ്റിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്നത് വെറും മൂഢ്യമാണ്, കാപട്യമാണെന്ന് പറയുന്നവരുണ്ട്. അത് കെട്ടുകഥയാണ്, കെഴുതിക്കഥയാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, യേശുവിനല്ലാതെ മറ്റാർക്കും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല. യേശു മാത്രം ഉയർത്തെഴുന്നേറ്റത് അവരിൽ പാപമില്ലാതിരുന്നത് കൊണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളായ നമുക്കൊരു പ്രത്യാശയുണ്ട്. കാൽവറിയുടെ കുലക്കളത്തിൽ പരമയാഗമായി തീർന്ന കർത്താവിന്റെ പുണ്യാഗ രക്തം കൊണ്ട് നമ്മുടെ പാപത്തിന്റെ കഥ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയിലും നിർമ്മലതയിലും ഈ മണ്ണിൽ ജീവിക്കുന്ന ദൈവമക്കളായ നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും തോൽപ്പിക്കും മരണത്തെ. അതെന്നാണെന്ന് ചോദിച്ച കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഉയർപ്പിന്റെ പൊൻപുലരികന് ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാർ മരണത്തിന്റെ ഉദരം ചവിട്ടി പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരും. ജീവനോട് ശർച്ചിക്കുന്നവരായി നമ്മൾ രൂപാന്തരം പ്രാപിക്കും. ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് വാനമേഘങ്ങളിൽ അടുക്കപ്പെടുമ്പോൾ നാം ചേർന്ന് പാടുന്ന ഒരു സംഘഗാനമുണ്ട്.
കാര്യം സിദ്ധിച്ച ഏക കൂട്ടം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മാത്രമാണ്. ഇന്ന് രാത്രി നമ്മളെ കണ്ട് മരണമല്ല, നമ്മൾ മരണത്തെ കണ്ടല്ല, നമ്മളെ കണ്ട് മരണം ഭയപ്പെടുകയാ. എന്താണെന്നറിയാമോ? 6 അടി മണ്ണിൽ നമ്മളെ കുഴിച്ചിട്ടാലോ, പഴുത്തു പുഴുത്ത് നമ്മുടെ മാംസം ദ്രവിച്ചു പോയാലോ, നമ്മുടെ എല്ലും കഷണം മണ്ണായാലോ, മരണത്തിനറിയാം കേൾക്കുമ്പോ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. അവസാനത്തെ ഭാഗം കൂടെ ഒന്ന് തൊട്ട് ഒരു വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിനെ തടഞ്ഞ ശക്തികളെ കർത്താവ് എങ്ങനെ ജയിച്ചു? രണ്ടാമത്തേത്, യേശുവിനെ മാത്രം എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞത്? മൂന്നാമത്തേത്, യേശു ഉയർത്തെഴുന്നേറ്റുകൊണ്ട് നമുക്കുള്ള ഗുണമെന്താ? ഒത്തിരി ഗുണങ്ങളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഒരെണ്ണം മാത്രം ഞാൻ പറയാം. നമുക്കറിയാം, കർത്താവിൻ്റെ ദാസനായ യോഹന്നാൻ വന്യവയോധികനായി, അനുഗ്രഹീതമായ അസീലിയുടെ സഭകളുടെ ശുശ്രൂഷകനായി, കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ 90 വയസ്സ് കഴിഞ്ഞ് അഘോരാത്രം അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യോഹന്നാന്റെ പ്രവർത്തന ചാതുര്യം സംബന്ധിച്ചുള്ള അറിവ് ഡൊമീഷ്യൻ ചക്രവർത്തിക്ക് കിട്ടുന്നത്. ഡൊമീഷ്യന്റെ ആജ്ഞയാൽ പ്രതിവൃദ്ധനായ ദൈവത്തിന്റെ ദാസനെ അറസ്റ്റ് ചെയ്ത് ഡൊമീഷ്യന്റെ മുൻപിൽ ഹാജരാക്കി. ഡൊമീഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ദീർഘപതിറ്റാണ്ടുകളായി യേശുവാണ് കർത്താവെന്ന് പറയുന്ന നീ ആ പ്രസംഗം അവിടെ അവസാനിപ്പിച്ചിട്ട് ഇന്നു മുതൽ യേശുവല്ല ഡൊമീഷ്യനാണ് കർത്താവെന്ന് പറഞ്ഞു തുടങ്ങണം. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ദീർഘപതിറ്റാണ്ടുകളായി സുവിശേഷം പ്രസംഗിച്ചിട്ടും നിനക്ക് കിട്ടാതെ പോയ പദവികളും മുതവികളും നന്മകളും എൻ്റെ രാജ്യത്ത് തന്ന് ഞാൻ നിന്നെ മാനിക്കാം. ഒരൊറ്റ നിമിഷം ഞാൻ എൻ്റെ സങ്കല്പത്തിൽ നിന്ന് പറയാം. യോഹന്നാന്റെ മനോമുഖരത്തിൽ യോഹന്നാൻ ഒരു സാങ്കല്പിക ത്രാസുണ്ടാക്കി. അതിന്റെ ഒരു തട്ടിലേക്ക് തന്റെ പ്രിയ കർത്താവിനെ പിടിച്ചു വെച്ചു. അടുത്ത തട്ടിൽ ഈ കർത്താവിനെ തള്ളിക്കളഞ്ഞാൽ അതിന് പകരം ഡൊമീഷ്യൻ കൊടുക്കാമെന്ന് പറഞ്ഞ നന്മകൾ ഓരോന്നോരോന്നെ പൊറുക്കി വെച്ചു. ഡൊമീഷ്യൻ കൊടുക്കാവുന്നതെല്ലാം പൊറുക്കി വെച്ചിട്ടും യോഹന്നാൻ ഒരു കാഴ്ച കണ്ടു. തന്റെ പ്രിയപ്പെട്ട കർത്താവിരിക്കുന്ന തട്ടിന് ചലനമില്ല. യോഹന്നാന്റെ അകത്തൊരു തിരിച്ചറിവുണ്ടായി. ആരുമല്ലാതെ കിടന്ന എന്നെ, കുടുംബത്തിൽ ജനിച്ച് കടലോരത്ത് ഒരുങ്ങേണ്ട എന്നെ, ആരും ശ്രദ്ധിക്കാതെ പോയ എന്നെ, നിത്യതയുടെ പുറത്ത് കിടന്ന എന്നെ, ദൈവമില്ലാതിരുന്ന എന്നെ, പ്രമാണമില്ലാതിരുന്ന എന്നെ, വിദ്യാഭ്യാസമില്ലാതിരുന്ന എന്നെ, യോഗ്യതകളില്ലാതെ ഇരുന്ന എന്നെ ഓടി വന്ന് കടന്നു പിടിച്ച് കൃപയ്ക്കകത്തേക്ക് കൊണ്ടുവന്ന് സ്വർഗീയ മഹിമകളെ വിളിച്ച് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ അവസാനത്തുള്ളി ചോര വരെ എനിക്ക് വേണ്ടി ഊറ്റിത്തന്ന് എന്നെ പ്രാണന് തുല്യം സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ട കർത്താവിന് പകരം വെക്കാൻ ഈ മണ്ണിൽ ഒന്നുമില്ലെന്ന് തിരിച്ചറിവ് യോഹന്നാൻ യേശുവിനൊപ്പം നിൽക്കാൻ നിർബന്ധിതനായി. യേശുവിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ഡൊമീഷ്യൻ തന്റെ പദ്ധതി മാറ്റി. എന്താണെന്നറിയാമോ? നീ യേശുവിന്റെ കൂടാണെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അന്ന് വരെ നടന്നിട്ടില്ലാത്തൊരു കൊലപാതക സംസ്കാരത്തിന് ഈ ഡൊമീഷ്യൻ അങ്ങോട്ട് പദ്ധതി കിട്ടു. അത് മറ്റൊന്നുമല്ല, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് മത്സ്യം പൊരിക്കുന്നത് പോലെ കർത്താവിന്റെ ദാസനെ പൊരിച്ചെടുക്കാനുള്ള പദ്ധതി. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ക്രിസ്തുവിനൊപ്പം നടക്കുന്നവർക്ക് ലോകം യോഗ്യമല്ല. എന്നാൽ ക്രിസ്തുവിന്റെ പിൻപിൽ ഗമിക്കുന്നത് കൊണ്ട് നിനക്കെതിരെ പാഞ്ഞെടുക്കുന്ന പ്രതിബന്ധങ്ങളോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്വമുള്ളൊരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവിന് സ്തോത്രം പറയുന്നു. കർത്താവിന്റെ ദാസനെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്തു. കുട്ടിയ അടുപ്പിനകത്തേക്ക് വലിയൊരു ചെമ്പം പൊട്ട് പിടിച്ചു വെച്ച് എണ്ണയം പൊട്ടൊഴിച്ച് അതടി തീ കൊളുത്തി അതങ്ങോട്ട് വെട്ടിത്തിളയ്ക്കുമ്പോൾ ആരോഗ്യത്തിന്റെ ഗാത്രനായ അജാനബാഹുവായ ദൈവത്തിന്റെ ദാസ യോഹന്നാനെ ആ എണ്ണയ്ക്കകത്തേക്ക് അങ്ങോട്ട് പിടിച്ചിട്ടൊരു മൂടി കൊണ്ട് അതങ്ങോട്ട് അടച്ച് മിനിറ്റുകൾ ചിലത് കഴിഞ്ഞ് ഡൊമീഷ്യന്റെ കിങ്കരന്മാർ ആ പാത്രത്തിന്റെ അടപ്പ് മാറ്റി നോക്കിയത് എന്തിനാ? അകത്ത് മത്സ്യം പൊരിഞ്ഞതുപോലെ പൊരിഞ്ഞ് ജീവനില്ലാതെ കിടക്കുന്ന യോഹന്നാനെ കാണാനാണെങ്കിൽ അവരുടെ പദ്ധതി തെറ്റി. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ആത്മനിറവിൽ ആരാധിക്കുന്ന യോഹന്നാനെ കണ്ടപ്പോ അവർ അകത്ത് വളച്ചു. ഇന്ന് രാത്രി
രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിന്നെ ഒടുക്കിക്കളയാൻ ശത്രു ഒരുക്കുന്ന പദ്ധതിക്കകത്തേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. നിന്റെ അവസാനം കാണാൻ ശത്രു ഒരുക്കിയ പദ്ധതിക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് ശവപ്പെട്ടി വന്നു കയറാൻ അന്ധകാരം ചേർത്തൊരുക്കിയ പദ്ധതിക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. അത് ആത്മാവിൽ തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ജീവനോട് യോഗങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യം പേടിച്ചതാരാന്നറിയാമോ? ഡൊമീഷ്യനാ. കാരണം എന്നാ? തിരുവായ്ക്കെതിർവായി ഇല്ലാത്ത കാലം രാജാക്കന്മാർ മനുഷ്യരെ പേടിപ്പിക്കുന്നത് എന്ത് പറഞ്ഞാന്നറിയാമോ? ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയും. പക്ഷെ രാജാവ് കൊല്ലാൻ ശ്രമിച്ചിട്ടും മരണം കയറി പിടിക്കാത്തൊരുത്തൻ തന്റെ രാജ്യത്തിലുണ്ടെന്നറിഞ്ഞപ്പോൾ രാജാവിന്റെ ആകാവാള് വെട്ടി. കാരണം എന്നറിയാമോ? മരണം പിടിക്കാത്ത ഇവൻ എന്റെ രാജ്യത്തുള്ള അട്ടിമറിച്ച് രാജ്യം കൈക്കലാക്കുമെന്ന ചിന്ത രാജാവിന്റെ അകത്തോ ഭയന്നിട്ടാണ് ഡൊമീഷ്യൻ എങ്ങോട്ട് യോഗനാൻ എങ്ങോട്ട് വിട്ടെന്നറിയാമോ? പത്മോസിലേക്ക് വിട്ടത്. ഞാൻ പറഞ്ഞു വന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റുണ്ട്, നമുക്ക് എന്താ ഗുണമുള്ളതാ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഡൊമീഷ്യൻ എവിടെ കൊണ്ട് കളഞ്ഞു? യോഗനാനെ പത്മോസിൽ കൊണ്ട് കളഞ്ഞു. രാഷ്ട്രീയ തടവുകാരെ നാട് കടത്താൻ ഉപയോഗിക്കുന്ന പത്മോസ് മനുഷ്യന്റെ ശവം തിന്നുന്ന ശവന്തീനി കടികന്മാരുടെ വികാരഭൂമിയായ പത്മോസ്, പകൽ നേരത്ത് പോലും സൂര്യരശ്മി അരിച്ചിറങ്ങാത്ത ഇരുളിമ പൂണ്ട പത്മോസ്, തനിക്ക് മുൻപ് നാട് കടത്തപ്പെട്ട രാഷ്ട്രീയ തടവുകാരുടെ പഴുത്ത് ജീർണിച്ച മാംസകഷണങ്ങൾ കൊണ്ട് ദുർഗന്ധം വമിക്കുന്ന പത്മോസ്, ചിന്തിച്ചു തെറിക്കിടക്കുന്ന മനുഷ്യന്റെ എല്ലും കഷണം കൊണ്ട് ഭീകരത പൂണ്ട പത്മോസ്, ഹിംസജന്തുക്കളും വിഷപ്പാമ്പുകളുള്ള പത്മോസ്, ആ പത്മോസിനകത്തേക്ക് ദൈവത്തിന്റെ ദാസനെ വലിച്ചെറിഞ്ഞിട്ട് പോരുന്നു. ഏകാന്തതയുടെ തുരത്തിൽ ഒറ്റപ്പെട്ട് ഭയം നരണ്ടിരിക്കുമ്പോൾ ഇതാ കർത്താവിന്റെ ദിവസത്തിൽ യോഗന്നാൻ ആത്മാവിലായപ്പോൾ യോഗന്നാനെ കാണാൻ ഒരുത്തൻ ഇറങ്ങി വന്നു. അവനെ കണ്ട് തന്നെ ശബ്ദം കേട്ടു. തന്നോട് സംസാരിച്ച ശബ്ദം കേൾക്കാൻ താനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തതുമായ ദൈവത്തിന്റെ തേജസ്കരിക്കപ്പെട്ട രൂപം പത്മോസിന്റെ ഏകാന്തതയിൽ യോഗന്നാൻ ദർശിച്ചു. അത് കണ്ടിട്ട് യോഗന്നാൻ പറയുന്നുണ്ട്, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽച്ചുവട്ടിൽ വീണു. തദവസരത്തിൽ ഒരു കരം എന്റെ മേൽ വെച്ചു. ഞാനൊരു ശബ്ദം കേട്ടു. എന്താണെന്നറിയാമോ? ഭയപ്പെടണ്ട. ആ ശബ്ദം കേട്ടിട്ടും അകത്തൊരങ്കലാപ്പ് നിൽക്കേ. ആ ശബ്ദം വീണ്ടും പറഞ്ഞു, യോഗന്നാനേ, നിന്റെ അടുത്ത് വന്ന് നിന്ന് നിന്നോട് ഭയപ്പെടണ്ടെന്ന് പറയുന്ന ഞാൻ ആരാണെന്നറിയാമോ? നിന്നെ കൊല്ലുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ എന്നെ കൊന്നതാ യോഗന്നാനേ. എന്നാൽ ഇന്ന് നിന്റെ അടുക്ക് ഞാൻ വന്നിരിക്കുന്നത് മരിച്ചു കൊടുത്ത ശവമായിട്ടല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായി. ഭയപ്പെടണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കുണ്ടായ ഗുണങ്ങളിലൊന്ന് നമ്മുടെ ഭയം മാറി. ഏത് ഭയം? അത് മാത്രം ഞാൻ പറയും. ഒത്തിരി ഭയങ്ങളുണ്ട് ബൈബിൾ പറയുന്ന, അതിലൊരെണ്ണം മാത്രം പറയാം, മരണ ഭയം മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യമരണത്തിന്റെ ഭീതിയില് അകപ്പെട്ടു പോയ നമ്മളെ തന്റെ പുത്രന്റെ മരണത്താൽ മരണ ഭീതിയിലായിരുന്നു നമ്മെ തന്റെ പുത്രന്റെ മരണത്തിലൂടെ ജീവനിലേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കൊരു സമ്മാനം തന്നു. മരണത്തെ ഭയപ്പെടാതെ ജീവിക്കാനുള്ള ഒരു ദൈവത്തിന്റെ കൃപ. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് നമുക്കുണ്ടായ ഗുണങ്ങളിലൊന്നും മരണഭീതി മാറി. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, മരണത്തെ പേടിയില്ലാത്തൊരു കൂട്ടം ഈ മണ്ണിലുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന
ദൈവമക്കളാണ്. ഒരിക്കൽ ഒരു കപ്പലിൽ രക്ഷിക്കപ്പെട്ട ഒരു അമ്മച്ചി യാത്ര ചെയ്യുകയാണ്. കടലുകൾ അങ്ങോട്ട് ഇളകി, തിരമാലകൾ ഇളകി, കപ്പൽ ആടിയുലഞ്ഞു. കപ്പലക്കര തുറമുഖത്ത് ചെല്ലത്തില്ല എന്നൊരു അന്തരീക്ഷമുണ്ടായി. ഈ അന്തരീക്ഷത്തിൽ കപ്പൽ ആടിയുലകുമ്പോ അതിനകത്തിരിക്കുന്നവരെല്ലാം അലമുറയിട്ട് കരയുമ്പോ ഈ അമ്മച്ചി മാത്രം മാറിയെന്ന് സന്തോഷത്തോട് പാട്ട് പാടുകയാണ്. ഈ പാട്ട് കേട്ടിട്ട് അടുത്തുള്ളവർ വന്ന് ചോദിച്ചു, കപ്പല് തീരാൻ പോകുക, കടലിൽ മുങ്ങി ചാകാൻ പോകുക, നീ പിന്നെ പാട്ട് പാടുന്നതോ? അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ മൂത്ത മകൻ പാർക്കുന്ന രാജ്യത്തേക്കാണ് ഞാൻ പോകുന്നത്. അപകടം കൂടാതെ അവിടെ കപ്പൽ ചെന്ന ഞാൻ എന്റെ പ്രിയപ്പെട്ട മകനെ കണ്ട് അവനോടൊപ്പം സന്തോഷിച്ചു. അതല്ല, ഈ നടുക്കടലിൽ ഇപ്പൊ കപ്പൽ തകർന്നു പോയ ചില കാലങ്ങൾക്കപ്പുറം എന്റെ പ്രിയതമനും എന്റെ ഇളയ മകനോ നിത്യതയുടെ തീരത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ മരിച്ച അവരുടെ അടുക്കൽ ചെന്ന് അവർക്കൊപ്പം സന്തോഷിക്കൂ. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. കാരണം എന്നാണെന്നറിയാമോ? ഉയർത്തെഴുന്നേറ്റൊരുത്തൻ നമ്മുടെ അകത്തു വന്നു. മരണത്തെ പേടിക്കാതെ, മരണത്തെ ഭയപ്പെടാതെ, പ്രതിസന്ധികളെ ഭയപ്പെടാതെ ഈ മണ്ണിൽ ജീവിക്കാനുള്ള ദൈവത്തിന്റെ കൃപ അതകത്ത് പ്രാപിച്ച ദൈവമൊക്കെക്കായി സ്തോത്രം പറയുന്നു. എന്റെ മക്കളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് ആരാധനയുടെ ശബ്ദം കേട്ടുകൂടിയ ജനസഹസ്രങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, ദൈവമോ മരണപാശങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിന് അവനെ അടക്കി വെക്കുക അസാധ്യമായിരുന്നു. നമ്മുടെ കർത്താവിനെ അടക്കി വെക്കാൻ മരണം കൂട്ടുപിടിച്ച 3 ശക്തികളിൽ 1 പൈശാചിക ശക്തിയാണ്, 2 നിയമത്തിന്റെ ഭരണത്തിന്റെ അധികാരമാണ്, 3 മാനുഷിക കൂട്ടുകെട്ടാണ്. എന്നാൽ ഇതിനെ 3നെയും തകർത്തിട്ട് അകത്തിരുന്നവൻ സൂര്യസമാന തേജസ്സോട് പുറത്തു വന്നു. നമ്മുടെ കർത്താവിനെ മാത്രം എന്തുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞു? മരണമെന്നാൽ പാപത്തിന്റെ ശമ്പളമാണ്. പാപമെന്ന് തൊഴിൽ ചെയ്തവനാണ് മരണമെന്ന ശമ്പളത്തിന് അർഹൻ. യേശുവിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് അവൻ അർഹനല്ല. പിന്നെ അവൻ മരിച്ചതോ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. ആ മരണം മരിച്ച് ഉദരത്തിൽ ചെന്നപ്പോൾ മരണമറിഞ്ഞു. തന്റെ ചരിത്രത്തിൽ ആദ്യമായി പാപം ചെയ്യാത്തൊരുത്തൻ, പാപമറിയാത്തൊരുത്തൻ, പാപമില്ലാത്തൊരുത്തൻ തന്റെ ഉദരത്തിലേക്ക് ഇറങ്ങി വരുന്നത് മരണം ആദ്യമായി കണ്ടു. 3-ാം ദിനം മരണം പറഞ്ഞു, നിന്നെ അടക്കി വെക്കുക എനിക്ക് അസാധ്യമാ, പൊയ്ക്കൊള്ളുക. അവൻ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു. അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കുണ്ടായ അസംഖ്യ നേട്ടങ്ങളിൽ 1 നിത്യമരണഭീതിയിലായിരുന്നു നമ്മളെ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ആ മരണഭീതിയുടെ ചങ്ങല പൊട്ടിച്ച് ദിവ്യ സമാധാനത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് രാത്രികാലം ഉയർത്തെഴുന്നേറ്റൊരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവ് നമുക്കുള്ളതിനാൽ നമ്മളെ ഒതുക്കി വെക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മളെ ഭയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ നോക്കി നിൽക്കുകയാണ് സ്വർഗോന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്നത്. മേഘപാളികളെ വകഞ്ഞു മറ്റ് സൂര്യമണ്ഡലങ്ങൾക്കും നക്ഷത്രമണ്ഡലങ്ങൾക്കും ഗോളാദി ഗോളങ്ങൾക്കും അപ്പുറം സ്വർഗത്തിലേക്ക് അവൻ കയറിപ്പോയി. അവൻ കയറിപ്പോകുമ്പോൾ ദൂതന്മാർ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടല്ലോ. അവൻ താമസമിന മടങ്ങി വരും. പ്രിയരെ, നമ്മുടെ കർത്താവിന്റെ പുനരാഗമനം വാതിക്കലായിരിക്കുന്നു. മരണത്തിന് പിടിച്ചു കെട്ടി നിർത്താൻ പറ്റാത്ത കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആ ഉയർത്തെഴുന്നേറ്റവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവൻ താമസമിന നമ്മെ ചേർക്കാൻ വരാൻ പോകുകയാണ്. കർത്താവിന്റെ പുനരാഗമനത്തിന്റെ അലയൊലികൾ ദേശത്താകമാനം നടക്കുന്നു. ജാതി ജാതിയോട് നിൽക്കുന്നു, രാജ്യം രാജ്യത്തോട് നിൽക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുന്നു. ഭീകരമാകുന്ന പകർച്ചവ്യാധികൾ നാട് നീള വ്യാപരിക്കുന്നു. ഉലകം മുഴുവനും കർത്താവിന്റെ പുനരാഗമനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. പ്രകൃതിക്ക് മാറ്റം സംഭവിച്ചു, ഭൂമിക്ക് മാറ്റം സംഭവിച്ചു, വാനഗോളങ്ങൾക്ക് മാറ്റം സംഭവിച്ചു, സൂര്യനിൽ മാറ്റം സംബന്ധിക്കുന്നു, നക്ഷത്രങ്ങളിൽ മാറ്റം സംഭവിക്കുന്നു. ഗോളാദിഗോളങ്ങളൊക്കെ ചലിച്ചിളകിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ഇത്തിരിപ്പിടിയിൽ നിന്ന് രാഷ്ട്രീയ വ്യവസ്ഥകൾ തകിടം പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
കൊണ്ടിരിക്കുന്നു. ഭരണാധികാരികൾക്ക് കസാറയിൽ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതി സംജാതമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ സ്വഭാവങ്ങൾക്ക് വൈകൃതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ പുനരാഗമനത്തോടനുബന്ധിച്ച് മനുഷ്യനുണ്ടാകുന്ന 21 പദം സ്വഭാവ വൈകൃതങ്ങളെ പറ്റി അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. അത്രമാത്രം ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ നമ്മുടെ തലയും ഉയർത്തി നമുക്ക് പിടിക്കാം. എന്തിനാണെന്നറിയാമോ? രോഗമില്ലാത്തൊരു നാട്ടിലേക്ക്, അധർമ്മമില്ലാത്തൊരു നാട്ടിലേക്ക്, മോഷണമില്ലാത്തൊരു നാട്ടിലേക്ക്, പാപമില്ലാത്തൊരു നാട്ടിലേക്ക്, മരണമില്ലാത്തൊരു നാട്ടിലേക്ക്, ലഹരിയില്ലാത്തൊരു നാട്ടിലേക്ക്, നിത്യസ്വസ്ഥതയുടെ നാട്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ആ നിത്യവസതിയിലേക്ക് പറന്നു പോകാൻ സമയമായി. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുകയാണ്. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും ഒന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞ കർത്താവ് സ്ഥലമൊരുക്കി അതിന്റെ അവസാനത്തെ മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മെ മടക്കി കൊണ്ടുപോകാനുള്ള, നമ്മെ കൊണ്ടുപോകാനുള്ള പദ്ധതികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൻ ഇന്ന് രാത്രിയിൽ മടങ്ങി വന്ന നാം കൈവിടപ്പെട്ടു പോകുന്നവരെ കൂട്ടത്തിലാകരുത്. യേശുവിന്റെ ജനനം സത്യമായിരുന്നെങ്കിൽ, ജീവിതം സത്യമായിരുന്നെങ്കിൽ, ശുശ്രൂഷ സത്യമായിരുന്നെങ്കിൽ, മരണം സത്യമായിരുന്നെങ്കിൽ, ഉയർത്തെഴുന്നേൽപ്പ് സത്യമായിരുന്നെങ്കിൽ, സ്വർഗ്ഗാരോഹണം സത്യമായിരുന്നെങ്കിൽ, അതിനും സത്യമായിരിക്കും അവന്റെ പുനരാഗമനം. അതിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ അവന്റെ വരവിന് വേണ്ടി നമുക്കൊരുക്കാം. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. എല്ലാ ഹൃദയങ്ങളും ദിവസം ഏകാഗ്രമാക്കാം. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നീ ഒരുക്കിയിട്ടുണ്ടോന്ന്? കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടോന്ന്? അവൻ മരിച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റത് നമ്മളെ നിത്യഭീതികളിൽ നിന്നും ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. അവൻ സ്വർഗത്തിലേക്ക് പോയത് നമുക്ക് വേണ്ടി ഒരു വസതി ഒരുക്കാൻ വേണ്ടിയാണ്. അവൻ മടങ്ങി വരുന്നത് അവന്റെ പുനരാഗമനത്തെ ലാക്കാക്കി നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർത്തു കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രികാലം അവന്റെ പുനരാഗമനത്തിന് വേണ്ടി ഒരുക്കമുള്ളവരാണ് നമ്മളെങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടിന്റെ ചരണങ്ങൾ ചേർന്ന് പാടി അല്പനിമിഷം നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ പോകുക. ഒന്നിച്ച് ചേർന്ന് പാടി ആത്മബലത്തോടെ ഇന്ന് രാത്രിയിൽ ഈ യോഗം അവസാനിക്കുന്നതിന് മുൻപ് നമ്മുടെ കർത്താവ് മടങ്ങി വന്നാൽ അവന്റെ പുനരാഗമനത്തിൽ